നമ്മളിവിടെ ഇവന് 2 സ്കൂളിലാണ് കേട്ടോ അഡ്മിഷൻ നോക്കിയത്. ഒന്ന് സെൻറ് ജോർജ് സ്കൂളും ഒന്ന് ഇപ്പോൾ പോണ സെൻറ് വിൻസെൻ്റ് സ്കൂളിൻ്റെ സ്പിനല്ലി നഴ്സറി. സെൻറ് ജോർജ് സ്കൂൾ എനിക്ക് കുറച്ചൊരു ദൂരം തോന്നി. അവിടേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പോയതാണ്. ആ ദിവസം ആൾ ഭയങ്കര ഹാപ്പിയാണ്, ഈ സ്കൂളിൽ പോവാലോ എന്നുള്ള സന്തോഷത്തിൽ തന്നെ. ആദ്യം തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു പള്ളിയുണ്ട്. പിന്നെ അതേപോലെ നല്ല പ്ലേ ഗ്രൗണ്ടൊക്കെ അവിടെ അത്യാവശ്യമുണ്ട്. അവിടെ 7th വരെ അങ്ങോട്ട് ബോയ്സിനുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഡൊണേഷനും കുറച്ച് കൂടുതലാണ്, ഫീസും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് സെൻറ് വിൻസെൻ്റ് എന്നുള്ള സ്കൂളിൽ തന്നെ ചേർക്കാമെന്ന് തീരുമാനിച്ചത് കേട്ടോ. 2 സ്കൂളും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ചെന്നപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത്യാവശ്യം നല്ല ഹൈജീനിക് ആയിട്ടാണ് അവിടെ സ്കൂൾ ഗ്രൗണ്ടും എല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. നല്ല പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് അവിടെ. ഹാപ്പിയായി ഓടിച്ചാടി തുള്ളി വരുന്ന ഇവനാണ് പിന്നെ സ്കൂളിൽ പോയി ആ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇവനിങ്ങനെ അലമുറയിട്ട് കരയുമെന്ന്. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നമ്മൾ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു പോരുമ്പോഴുള്ള നമുക്കൊരു ഭയങ്കര ഒരു വിഷമമാണ്. എന്നുവെച്ചാൽ സന്തോഷത്തോടു കൂടി അവരവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മളും ഹാപ്പിയാണ്. ഇതിങ്ങനെ കരഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊന്നും ഞാൻ വീട്ടിലേക്ക് വന്നിട്ടില്ല, സ്കൂളിൽ തന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷേ നമ്മൾ സ്കൂളിലേക്ക് ഇങ്ങനെ കരഞ്ഞിട്ട് കൊണ്ടുവിട്ട് തിരിച്ചു വന്ന് നമ്മളിരിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു സമാധാനം ഉണ്ടാവില്ല. കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, എന്താണോ എന്തോ എന്ന് പറഞ്ഞിട്ട്. 3ാമത്തെ ദിവസത്തെ അസംബ്ലി ആയിരുന്നു. അപ്പോൾ അസംബ്ലിക്ക് എല്ലാവരും ലൈനിൽ നിൽക്കുന്നുണ്ട്. ഇവൻ ലൈനിൽ നിൽക്കണില്ല, ഇവൻ സിസ്റ്ററുടെ പുറകെ. ടീച്ചർ ഇവനെ പിടിച്ച് ലൈനിൽ നിർത്താൻ ഇവൻ സിസ്റ്ററുടെ പുറകെ ഒളിച്ച് നിൽക്കുകയാണ്. അസംബ്ലിയിൽ സിസ്റ്റർക്കും കുറച്ച് സംസാരിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ, അതിനും പറ്റണില്ല. ഇവനാണെങ്കിൽ സിസ്റ്റർ വിടണമില്ല. ഇവനാണെങ്കിൽ അവിടെ അമ്മ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടേക്കാണ്. 2-3 പേരൻസ് അവിടെ ഇരിക്കുന്നുണ്ട്, നോർത്ത് ഇന്ത്യൻസ് ആണ് അവർ. അപ്പോൾ അവരുടെ ഇടയിൽ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവൻ ഈ ഓടി നടക്കുന്നത് പരതി അന്വേഷിച്ചിട്ട്. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യണേ. ഇപ്പോൾ ആൾ ഓക്കെ ആണ് കേട്ടോ, വീഡിയോ ഇടാവേ. പിന്നെ ഈ വീഡിയോ ഒക്കെ കുറേ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു രസം തോന്നും, വലുതാകുമ്പോൾ അവർക്ക് കാണുമ്പോൾ അവർക്കൊരു രസം തോന്നും. പണ്ട് സിദ്ധുവിനെ സ്കൂളിൽ വിട്ടിരുന്നതോ അതൊന്നും, എല്ലാം നമ്മൾ അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമെങ്കിലും ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ വിചാരിച്ചു യൂട്യൂബ് ആകുമ്പോൾ പിന്നെ നമുക്കതിൽ സെർച്ച് ചെയ്താൽ നമുക്കെങ്കിലും കാണാം. വേറെ കാണാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കാം, അവർ വിചാരിക്കും പോയി അവരുടെ കുട്ടികളും സ്കൂളിൽ പോയിട്ടുണ്ട്, എല്ലാവരും പോകണു. അങ്ങനെയല്ല. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കാണാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇരുന്ന് കണ്ട് സന്തോഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക.